ഇവിടെ പറഞ്ഞത് അത് പൊതുസമൂഹവും അങ്ങനെ ചിന്തിക്കുന്നതാണല്ലോ. വെള്ളാപ്പള്ളിയെ അങ്ങനെ വെള്ള പൂശുകയൊന്നും വേണ്ട. പല സമയത്തും അദ്ദേഹം പല നിലപാടുകളും പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ച് SNDP അംഗങ്ങൾ പൂർണ്ണമായിട്ടും ചെന്ന് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊന്നുമില്ല. അവർ ആലോചിച്ച് തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, അതിലേക്കാണ് ശ്രീ മോഹൻ വർഗീസും ഇവിടെ വിരൽ ചൂണ്ടിയത്. പക്ഷെ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത് അങ്ങനെ ഒരു പ്രീണനമേ ഇല്ല എന്നാണ്. ഇല്ലാത്ത പ്രീണനത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ചർച്ച നടത്തുന്നത് എന്നാണ്. വർഗരാഷ്ട്രീയത്തിലെ വിശ്വാസമുള്ളൂ CPM-നെന്ന്. ഇല്ല, ഇതിനകത്തുള്ള പ്രീണനം എന്നുള്ള വാക്ക് ഒരു ലെൻസ് കൊണ്ട് നോക്കുന്നതാണ്. ഒരു പ്രത്യേക ഇന്ററപ്റ്റ് ചെയ്യല്ലേ? അല്ല, എന്റെ അവസരമാണിത്. പ്ലീസ്. അദ്ദേഹത്തിന് ആ പ്രീണനം എന്നുള്ള വാക്കാണ് വിഷമം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, സന്തോഷിപ്പിക്കലെന്നായിക്കോളൂ, കുഴപ്പമില്ല. അതായത് ഈ CPM ഈ ഏർപ്പാട് തുടങ്ങിയത് അവരുടെ പാലക്കാട് പ്ലീനത്തോടു കൂടിയാണ്. അന്ന് MA ബേബിയാണ് അത് ഈ മുസ്ലിം സമുദായത്തിനെ കയ്യിലെടുക്കേണ്ട ആ ഒരു ആവശ്യകതയെ പറ്റി വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചതും പിന്നീട് അവരത് വളരെ ആക്റ്റീവായിട്ട് ആ അജണ്ട നടപ്പാക്കിയതും. പ്രത്യേകിച്ച് ഈ CPM-ലെ ഒരു മുതിർന്ന ഒരു തലമുറ, ഉൽപ്പതിഷ്ണുക്കളായ ഒരു മുതിർന്ന തലമുറ ഉണ്ടായിരുന്നു. EMS, ഗോവിന്ദപിള്ള, ബലറാം, അങ്ങനെയുള്ള വളരെ ഉൽപ്പതിഷ്ണുക്കളായ സീനിയറായിട്ടുള്ള കുറേ അവരുടെ ആ ഒരു അഭാവത്തോടുകൂടി CPM-ന്റെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയദാരിദ്ര്യത്തിൽ അങ്ങ് മുങ്ങിത്താഴുകയാണ് ചെയ്തത്. എന്ത് ചെയ്യുമെന്നറിയില്ല. ആശയപരമായി പ്രതിരോധിക്കാനോ ആശയപരമായി ശക്തമായി സമ്മതിക്കാനോ കഴിയുന്ന ഒരു കുഞ്ഞു പോലും ആ തലമുറയ്ക്ക് ശേഷം CPM-ൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ P. രാജീവിനെ പോലെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ താത്വിക അവലോകനങ്ങൾ നടത്തി പരിഹാസ്യരാകുന്നതല്ലാതെ ഗോവിന്ദപിള്ളയുടെ ഇന്നും 7 അയലത്ത് നിൽക്കുന്നവരാരും പിന്നെ CPM-ൽ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അത് അവരുടെ കാലത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ കാലത്തൊക്കെ CPM ഇവര് EMS ഒക്കെ ശരീഅത്തിനൊക്കെ എതിരെയൊക്കെ എടുത്ത നിലപാടുകൾ ചരിത്രമാണ്. ഇവിടെ എത്ര ശക്തമായിട്ടായിരുന്നു അവർ ആ നിലപാടെടുത്തിരുന്നത്. അപ്പം പിന്നെ അവർക്ക് അതേ രക്ഷയുള്ളൂ. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ഇനിയും പ്രീണനം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട, സന്തോഷിപ്പിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോളൂ. നമുക്ക് അത് മനസ്സിലാക്കാൻ വലിയ അങ്ങേയറ്റത്തെ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാധാരണക്കാരന്റെ നിരീക്ഷണ ബുദ്ധി മാത്രം മതി ഈ CPM ഈ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടും ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടും കടന്ന് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത് ഞാൻ ഈ കോഴിക്കോട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഓരോന്ന്. ഇവിടെ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. ഇവിടെ കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നത് എളമരം കരീമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നിറയെ പോസ്റ്ററുകൾ ഇപ്പോഴും ഉണ്ട്. കരീംക്കയ്ക്ക് വോട്ട് ചെയ്യുക, നമ്മുടെ ആശ്രയമായി കരീംക്ക. ഈ സംജ്ഞയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ ആ ഒരു അർത്ഥം എന്താണ്? ഇങ്ങനെ ഈ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം CPM നടത്തിയിട്ടുള്ള ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിവുകളായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട്. ഇതിന്റെ അതോടെ വേറൊരു വലിയ സംഭവം, അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ്. പുലിപ്പുറത്ത് കയറിയ അവസ്ഥയാണ് അവർക്ക്. ഇനി അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആ വളരെ വലിയൊരു ഗതികേടിലേക്കാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് സാർ ഇവിടെ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. CPM-ന് അവർക്ക് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണുമായിരുന്നു എന്നാണ്. സാർ, ഈ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1967-ലും 2004-ലും ഒഴിച്ചാൽ ഇവിടെ എന്നും കോൺഗ്രസ് നയിക്കുന്ന UDF-ന് തന്നെയാണ് പ്രോമിനൻസ് കിട്ടിയിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത് എല്ലാ ലോക്സഭാ ഇലക്ഷനിലും കൂടുതലും ഈ 2 തവണ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഈ CPM-നെ ഇവിടെ വോട്ട് ചെയ്ത് അവിടോട്ട് വിട്ടിട്ട് എന്താ കാര്യം? ഇപ്പം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ CPM-നെ നന്നാക്കുക എന്നുള്ളതൊന്നുമല്ല. അവർക്ക് ഒരു സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാവുന്നത് ആരെയാണ് ഓരോ സാഹചര്യത്തിലും അതിന് അവർ കൂട്ടമായിട്ട്
അവരുടെ ശരി, അതിലൊരു വ്യത്യാസമുണ്ടായത് ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് കൂടി എന്നതാണല്ലോ. ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് കൂടി എന്നതാണല്ലോ അതിൽ നിന്ന് വ്യത്യാസമായത്. എന്ത് പ്രീണനമാണോ CPM-ൽ ആരോപിക്കപ്പെടുന്നത്, ആ പ്രീണനം കൊണ്ട് അവർക്കൊരു സഹായവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ചങ്കായി നിന്നിരുന്ന ഒരു വലിയ വിഭാഗം ബി.ജെ.പിയിലേക്ക് പോയി എന്നുള്ളതാണ്. അതല്ലേ യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ? അല്ല, അതും ഒരു യാഥാർത്ഥ്യമാണ്. അതെ അതെ അതെ, അതും അതിന്റെ കാര്യം. ബി.ജെ.പിക്ക് ഇത്തവണ 20% വോട്ടാണ് കൂടിയത്. 5% വോട്ട് ഇവിടെ കൂടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. തിരുവനന്തപുരമൊക്കെ ജസ്റ്റ് മിസ്സാണ്. അതുപോലെ ഓരോ ഏതാണ്ട് നമ്മൾ ഇതിന്റെ ബി.ജെ.പി മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഏതാണ്ട് 20-നടുത്താണ്. ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്തിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-35 വരും. ആലോചിച്ച് നോക്കണം, അതൊരു ചെറിയ നമ്പറല്ല, അതൊരു ചെറിയ കാര്യവുമല്ല. ഈ 10-35 മണ്ഡലങ്ങളിൽ ബി.ജെ.പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു പിടിച്ചൊന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ ചിലപ്പോൾ അങ്ങ് മാറും. അത് കാര്യം ഇവർ തിരിച്ചറിയുന്നു, സമ്മതിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരിത് തിരിച്ചറിയുന്നുണ്ട്. ആ അങ്കലപ്പാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അല്ലാതെ 19 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതിന്റെ പ്രശ്നമല്ല ഇവരെയൊക്കെ അലട്ടുന്നത്. ഈ കോൺഗ്രസിനെയും അലട്ടുന്നത് അതല്ല. ഇവിടെ ബി.ജെ.പി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി, നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പുറത്തു പറയുന്നില്ല. ആ അങ്കലപ്പാണ് ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലും ഇവരുടെ പലരുടെയും പ്രതികരണത്തിലൂടെയും ഈ പുറത്തു വരുന്നത്. അതെങ്ങനെ ബി.ജെ.പി നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സംഘടനാ പ്രവർത്തനം. ഇത്രയും കാലം അതായത് ക്ഷമിച്ച് തോറ്റ് ജയിച്ച ഒരു സംഘടനയുടെ ആ ഒരു ഇക്കാര്യത്തിൽ അക്കങ്ങൾ നിരത്തിയാണ് വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകിയത്. വെള്ളാപ്പള്ളിയാണല്ലോ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് CPM ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് മുൻപ് തന്നെ. പക്ഷേ സമസ്ത അക്കങ്ങൾ നിരത്തി തന്നെ മറുപടി പറയുകയാണ് അങ്ങനെ ഒരു മുസ്ലിം പ്രീണനം ഇവിടെ നടന്നിട്ടില്ല എന്ന്. വെള്ളാപ്പള്ളി ഒരു വശത്ത് LDF മാത്രമല്ല UDF-ഉം അങ്ങനെ ഒരു പ്രീണനം നടത്തുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, രാജ്യസഭയിലെ അംഗങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ. പക്ഷെ സമസ്ത അതിന് എതിർക്കണക്ക് പറയുകയാണ്, സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട്. മഞ്ജുഷേ, ഇവിടെ ഈ LDF-ഉം UDF-ഉം ഏത് കാലത്തും ഇവിടുത്തെ ജാതി മത വർഗീയ പരിഗണനകൾ വെച്ചുകൊണ്ടാണ് എന്നും സീറ്റുകൾ വിഭജിച്ചിട്ടുള്ളതും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതും. നഗ്നമായിട്ട് തന്നെ ഇതൊക്കെ ചർച്ചയാവുന്നതിന് എത്രയോ കാലം മുമ്പ് എന്നും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഈ വർഗീയ പ്രീണനം കേരളത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള നഗ്നമായ വർഗീയ പ്രീണനം എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടുകളായി ഈ കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധത ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. വർഗീയ പ്രീണനത്തിന്റെ വർഗീയ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സീറ്റ് വിഭജനവും പ്രവർത്തനവും എല്ലാം നടക്കുന്നത്. ജാതി, മതം, ഒരു പ്രത്യേക സമുദായം, അവിടെയുള്ള സമുദായങ്ങൾക്ക് കൂടുതൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സീറ്റ് നിർണയത്തിലെ ഒരു 80%. ബാക്കി എന്തും വരുന്നുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് പുതിയ കാര്യമൊന്നുമല്ല വെള്ളാപ്പള്ളി പറഞ്ഞതും അല്ലെങ്കിൽ ഈ സമസ്ത നിഷേധിക്കുന്നതൊന്നും. ആർക്കാണിതറിയാൻ വയ്യാത്തത്? ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ പോരെ മഞ്ജുഷേ? ഈ കണ്ട കാലം മുഴുവനും ഇപ്പം മലപ്പുറത്തും പൊന്നാനിയിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം മുസ്ലിം അല്ലാത്ത ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ അവർക്ക് ധൈര്യമുണ്ടോ? എറണാകുളത്ത് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏതു തന്നെ അവർ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഏതാണ്? കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കാനാണ് കഴിയുന്നത് നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നിഷേധിച്ചിട്ട് കാര്യമില്ല. എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര പുതുമായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്ര വലിയ കൂലങ്കഷമായി ചർച്ച ചെയ്യാനുള്ള പുതുമയൊന്നും ഒരു സർപ്രൈസ് എലമെന്റ് ഒന്നും ഈ വിഷയത്തിലില്ല. ഇത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്.
അത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു നോർമൽ സിറ്റുവേഷൻ ആണത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ